സ്വാഗതം. ഒരു വർഷത്തേക്ക് വിവാഹാവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങരുത്, ഇന്ധനം ലാഭിക്കണം, വർക്ക് ഫ്രം ഹോം വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറയുകയാണ്. എന്താണ് ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ? രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഗുരുതരമായ ഇളക്കം തട്ടിയോ? പ്രോഫിറ്റ് ന്യൂസ് പരിശോധിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധാവസ്ഥയും അതിനെ തുടർന്നുണ്ടായ ആഗോള എണ്ണ പ്രതിസന്ധിയും ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുവെന്ന് പ്രധാനമന്ത്രി പറയാതെ പറയുകയാണ്. പെട്രോൾ, ഡീസൽ ഉപയോഗം കുറയ്ക്കണമെന്നും വിവാഹാവശ്യങ്ങൾക്ക് ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും മോദി നിർദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തിൻ്റെ വിദേശ നാണയ ചെലവ് നിയന്ത്രിക്കാനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനുമുള്ള ദേശീയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായാണ് ഈ ആഹ്വാനം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും കാരണം ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നിരിക്കുന്നു. ലോകത്തിലെ ഏകദേശം 20% എണ്ണയും കടന്നുപോകുന്ന ഈ കടൽമാർഗത്തിലെ അനിശ്ചിതത്വം എണ്ണ വിതരണത്തെ ബാധിച്ചു. ഇതോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്ന് ഏകദേശം $126 വരെ ഉയർന്നു. ഇന്ത്യ പോലുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തികാഘാതമാണ്. പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവും ഉൽപ്പാദന ചെലവും ഉയർത്തി വിലക്കയറ്റത്തിന് വഴിവെക്കും. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ മീറ്റിംഗുകൾ, വീഡിയോ കോൺഫറൻസുകൾ തുടങ്ങിയ കോവിഡ് കാലത്തെ രീതികൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ വിദേശ നാണയ ചെലവ് കുറയ്ക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഇതിനൊപ്പം ഒരു വർഷത്തേക്ക് വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആവശ്യം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇതിന് പിന്നിലും ശക്തമായ സാമ്പത്തിക കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിനാൽ സ്വർണം വാങ്ങാൻ വലിയ തോതിൽ ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നു. ഇപ്പോൾ തന്നെ എണ്ണ ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ ആവശ്യമായ സാഹചര്യത്തിൽ സ്വർണ്ണ ഇറക്കുമതിയും വർദ്ധിച്ചാൽ വിദേശ നാണയ ശേഖരത്തിന് വലിയ സമ്മർദ്ദമുണ്ടാകും. സ്വർണ്ണ ഇറക്കുമതി കൂടുമ്പോൾ ഡോളറിൻ്റെ ആവശ്യകത ഉയരും. ഇത് രൂപയുടെ മൂല്യം താഴ്ത്തുകയും ഇറക്കുമതി ചെലവ് വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതോടെ വിലക്കയറ്റം കൂടുതൽ രൂക്ഷമാകും. അതിനാൽ അനിവാര്യമായ ഇറക്കുമതികൾക്ക് മുൻഗണന നൽകുകയും ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന സാമ്പത്തിക സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾക്ക് ഇപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പെട്രോളിന് ലിറ്ററിന് ഏകദേശം 24 രൂപയും ഡീസലിന് 30 രൂപയും എന്ന കണക്കിലുള്ള ഭാരം സർക്കാരും എണ്ണ കമ്പനികളും ചേർന്ന് വഹിക്കുന്നു എന്നാണ് സൂചന. അതിനാൽ ഇന്ധനവില വർധനയും LPG സിലിണ്ടർ വിലയും വീണ്ടും ഉയരും. രാജ്യം ആഗോള പ്രതിസന്ധികൾ നേരിടുമ്പോൾ ജനങ്ങളും ഉത്തരവാദിത്വത്തോടെ സഹകരിക്കണമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. സാമ്പത്തിക സ്ഥിരതയും വിദേശ നാണയ സംരക്ഷണവും ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾക്കൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തവും നിർണായകമാണ് എന്നതാണ് ഈ ആഹ്വാനത്തിൻ്റെ പ്രധാന ആശയം. മോദിയുടെ ഈ പ്രസ്താവനകൾ ഒരു സാധാരണ രാഷ്ട്രീയ ആഹ്വാനമല്ല, മറിച്ച് ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക, സാമൂഹിക വെല്ലുവിളികളുടെ തെളിവ് കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ധനം ലാഭിക്കുക, വർക്ക് ഫ്രം ഹോം വീണ്ടും പ്രോത്സാഹിപ്പിക്കുക, സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന ചില ഗൗരവമായ പ്രതിസന്ധികളുടെ സൂചനകളാണ്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിന് വലിയ സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യതയാണ് വ്യക്തമാകുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ ഇറക്കുമതികളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലും സ്വർണവും ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതി ഇനങ്ങളാണ്. ആഗോള എണ്ണവില കുത്തനെ ഉയരുമ്പോൾ എണ്ണ വാങ്ങാൻ ഇന്ത്യ കൂടുതൽ ഡോളർ ചെലവഴിക്കണം. ഒപ്പം സ്വർണ്ണ ഇറക്കുമതിയും ഉയർന്ന നിലയിൽ തുടർന്നാൽ രാജ്യത്തിൻ്റെ വിദേശ നാണയ ശേഖരം വേഗത്തിൽ കുറയും. ഇത് രൂപയുടെ മൂല്യത്തകർച്ചയിലേക്കും സാമ്പത്തിക അസ്ഥിരതയിലേക്കും നയിക്കും. രാജ്യത്ത് വലിയ തോതിൽ വിലക്കയറ്റമുണ്ടാകാനുള്ള സാധ്യതയും മോദിയുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നുണ്ട്. പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് ഉയർത്തും. അതിന്റെ പ്രതിഫലനം
ഭക്ഷ്യവസ്തുക്കൾ മുതൽ നിർമ്മാണ സാമഗ്രികൾ വരെ എല്ലാത്തിൻ്റെയും വിലയിൽ ഉണ്ടാകും. അതായത് ഇന്ധനവില വർധന ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങാതെ മുഴുവൻ വിപണിയെയും ബാധിക്കുന്ന ശൃംഖലാപരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് കുത്തനെ ഉയരാനും മധ്യവർഗത്തിന്റെ സാമ്പത്തിക സ്ഥിരത തകരാനും സാധ്യതയുണ്ട്. സർക്കാർ ധനകാര്യ മേഖലയിൽ വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരാം. നിലവിൽ എണ്ണ കമ്പനികൾ വൻ നഷ്ടം സഹിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വിലവർധനയുടെ ആഘാതം കുറയ്ക്കാൻ ഉപഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് സബ്സിഡികളും നികുതി ഇളവുകളും നൽകേണ്ട സാഹചര്യം ഉണ്ടാകാം. ഇതോടെ സർക്കാർ ചെലവ് വർദ്ധിക്കുകയും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉയരുകയും ചെയ്യും. ഇത് ദീർഘകാലത്തെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. തൊഴിൽ ജീവിത രീതികളിൽ മാറ്റമുണ്ടാകുമെന്ന സൂചനയാണ് വർക്ക് ഫ്രം ഹോം വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. കോവിഡ് കാലത്തെ പോലെ യാത്രകളും ഇന്ധന ഉപഭോഗവും കുറയ്ക്കുന്ന രീതിയിലേക്ക് സർക്കാർ സമൂഹത്തെ നയിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇതിൽ നിന്ന് വായിക്കാം. ഇത് നഗരങ്ങളിലെ ഗതാഗത രീതികൾ, ഓഫീസ് സംസ്കാരം, റിയൽ എസ്റ്റേറ്റ് മേഖല, IT മേഖല തുടങ്ങിയവയിൽ വീണ്ടും മാറ്റങ്ങൾ സൃഷ്ടിക്കാം. ആഗോള രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ബാധിക്കാമെന്നത് ഈ സാഹചര്യത്തിലൂടെ വ്യക്തമാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ഇന്ത്യയിൽ നേരിട്ട് നടക്കുന്നില്ലെങ്കിലും എണ്ണ ഇറക്കുമതി ആശ്രിതമായ ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ അത് ശക്തമായി ബാധിച്ചിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സുരക്ഷയും ഇപ്പോഴും ആഗോള സാഹചര്യങ്ങളോട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന യാഥാർത്ഥ്യമാണ് ഈ പ്രതിസന്ധിയിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ ഒരു രാഷ്ട്രീയ സന്ദേശം മാത്രമല്ല, വരാനിടയുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പും ദേശീയ തലത്തിൽ ചെലവ് നിയന്ത്രണത്തിനായുള്ള ഒരു പൊതു ആഹ്വാനവുമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ സ്വയം പര്യാപ്തവും സ്ഥിരതയുള്ളതുമായി മാറേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ അടിവരയിടുന്നത്.